തേൻകണി സതീശനെ ചുമക്കുവാൻ നിൽക്കുന്ന നാറികൾ അറിയുവാൻ. ഇന്ന് ഈ നെട്ടൂരിലെ മണി ചെയിൻ തട്ടിപ്പുകാരൻ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും UDF-നെയും ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞ 25 ദിവസമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച് ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കാൻ പോകുന്ന ആ തേൻകണി യാത്രയുടെ സമാപനം കളറാക്കുവാൻ ഇന്ന് ഈ കേക്കച്ചനെ ചുമക്കുവാൻ ജവാനൊക്കെ മേടിച്ചു കൊടുത്ത് കതറൊക്കെ ഇടിയിപ്പിച്ച് കൂപ്പിൽ തടി പിടിക്കാൻ പോകുന്നവന്മാരെ നിർത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇവനെ ചുമക്കുവാൻ നിൽക്കുന്നവർക്ക് 1000 രൂപയും ശാപ്പാടും ഒരു കുപ്പി ജവാനുമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ തേൻകണി സതീശനെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും ചുമന്ന് കിഴക്കേക്കോട്ട പുത്തരിക്കണ്ടം മൈതാനം വഴി തലച്ചുമടായി കൊണ്ടുപോകുകയാണ് പരിപാടി. ഇതിലൂടെ തേൻകണി സതീശൻ ഓർക്കുന്നത് ഇവനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഇതൊരു പ്രതീകാത്മകമായ ഒരു യാത്രയാണ് എന്നാണ്. കേരളത്തിലെ ജനങ്ങൾ ചുമന്ന് ഇവനെ കൊണ്ട് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തും എന്നാണ് ഈ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ തേൻകണി വീരൻ വിശ്വസിക്കുന്നത്. അതിനായി ഈ പരിപാടിയുടെ സ്വാഗത സംഘം എന്ന പേരിൽ നേമംകാരെ ചുമതലപ്പെടുത്തി നേമം നിയോജക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്നും ഈ തേൻകണി വീരനെ ചുമന്നുകൊണ്ട് മുണ്ണകൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോകും. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇന്ന് നടക്കുന്നത് ഈ നെട്ടൂരിലെ കേക്കച്ചൻ്റെ ഒരു വൺമാൻ ഷോയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാം തേൻകണിയിൽപ്പെടുത്തി അതിൻ്റെ സീഡിയും കയ്യിൽ പിടിച്ച് വിരട്ടിയാണ് തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തിയേക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ തേൻകണി വീരൻ്റെ ഈ യാത്രയ്ക്ക് നിങ്ങൾ ഓർക്കുക, കഴിഞ്ഞ 10 കൊല്ലമായി ഭരണമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഇവന്മാർക്ക് എവിടെ നിന്നാണ് 100 കണക്കിന് കോടിയുടെ ഫണ്ട് ലഭിച്ചത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. ഈ കേക്കച്ചൻ്റെ വീട്ടിലെ നാളികേരമിട്ട പണമാണോ? അല്ല. ഇവന്റെ കുഞ്ഞമ്മ കൊടുത്ത് സഹായിച്ചതാണോ? അല്ല. ഇത് ഈ കേരളത്തെ പണയപ്പെടുത്തി ഈ ആവാസന അധികാരത്തിലെത്തിയാൽ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് പല കമ്മിറ്റ്മെന്റുകളും മേടിച്ച് ഏത് മാഫിയകളുടെ കയ്യിൽ നിന്നാണ് ഈ പണം മേടിച്ച് ഈ കഴിഞ്ഞ 25 ദിവസം ഈ ദൂർത്ത് കാണിച്ചത്, ഈ PR എക്സസൈസ് ചെയ്തത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയണം. ഇതിന്റെ സോഴ്സ് എന്താണെന്ന് പറയണം. ഇത് ഇവന്മാരുടെ ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന വകയല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ കേക്കച്ചനെ ചുമക്കുവാൻ നിൽക്കുന്ന ആ നാണമില്ലാത്തവന്മാർ ചിലപ്പോൾ മദ്യപത്തിന്റെ ലഹരിയിലായതുകൊണ്ട് ബോധമില്ലായിരിക്കാം. ഇത് കണ്ട് കേരളത്തിലെ ജനങ്ങൾ നിന്നെയൊക്കെ പരിഹസിക്കത്തേയുള്ളൂ, പുച്ഛിക്കത്തേയുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കുക. ഈ തേഞ്ഞ നാടകം കാണുമ്പോൾ എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെ തേൻകണിയിൽപ്പെടുത്തി കേരളത്തിലുള്ള മുതിർന്ന കടൽക്കിഴവന്മാരായ ഇവന്മാരെ എല്ലാം പെൺകണിയിൽപ്പെടുത്തി അതിൻ്റെ സീഡിയും കയ്യിൽ പിടിച്ച് ഒരു നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ ഈ പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഈ പ്രസ്ഥാനത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കീശം നടത്തുന്ന ഒരു തേൻകണി യാത്രയാണ് ഈ പുതുയുഗ യാത്ര എന്ന പേരിൽ ഇന്ന് ഇവിടെ പുത്തരിക്കണ്ടത്ത് അവസാനിക്കുവാൻ പോകുന്നത് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഈ യാത്ര കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? എന്തായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചത്? എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന രീതിയിൽ കേരളത്തിലൊട്ടുക്കും കോടിക്കണക്കിന് രൂപ മുടക്കി ഹോർഡിങ്ങുകളും ഫ്ലെക്സ് ബോർഡുകളും വെച്ചതല്ലാതെ എന്തെങ്കിലും കാമ്പുള്ള ഒരു സന്ദേശം ഇവന്മാർക്ക് നൽകുവാൻ സാധിച്ചോ? ടീം യു ഡി എഫ് എന്ന് 1000 വട്ടം പറയുമ്പോഴും ഒരു സ്റ്റേജിൽ തന്നെ ഇവന്മാർ കിടന്ന് തമ്മിലടിക്കുന്ന എത്രയോ കാഴ്ചകൾ ഈ തേൻകണി യാത്രയിൽ തന്നെ നമ്മൾ കണ്ടു. യാതൊരു യൂണിറ്റി ഓഫ് കമാൻഡുമില്ലാത്ത, യാതൊരു ഐക്യവുമില്ലാത്ത അനൈക്യ മുന്നണിയാണ് ഈ ഐക്യജനാധിപത്യ മുന്നണി എന്നും പറഞ്ഞ് ഇവന്മാർ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ യാത്രയിൽ ഇവന്മാർ ചെവി ചോർന്ന് ജനങ്ങളുമായി സംവദിച്ചിരുന്നു എങ്കിൽ ആ ജനങ്ങളുടെ ആവശ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തെ തിരികെ എടുക്കുക എന്ന് തന്നെയായിരുന്നു. അതൊന്നും ചെവിക്കൊള്ളാതെ ഇവന്മാരുടെ ധാർഷ്ട്യവും നിലപാടും
മുറുകെ പിടിച്ച് ഇവന്മാരുടെ ആ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് ആ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിലേക്കാണ്. ആ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപന ദിവസം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കണം. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിലേക്ക് എടുത്ത് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല എങ്കിൽ 140 മണ്ഡലങ്ങളിലുമുള്ള ജനങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഇത്തവണ ഞങ്ങളുടെ വോട്ട് നോട്ടയ്ക്ക്, യാതൊരു കാരണവശാലും ഈ ആഭാസന്മാർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കില്ല എന്ന് ഓരോ മണ്ഡലത്തിലെയും കുറഞ്ഞത് 4000 കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ ഇവന്മാരുടെ അഹന്ത നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് ഇന്ന് ഈ തെൻകണി യാത്ര അവസാനിക്കുമ്പോൾ സതീശൻ്റെ ആ വനവാസ യാത്രയ്ക്കുള്ള ആ യാത്രയുടെ തുടക്കം കൂടിയായിരിക്കും ഈ തെൻകണി യാത്രയുടെ അവസാനം എന്ന് മാത്രം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ 25 ദിവസത്തെ യാത്ര കൊണ്ട് UDF നാശനഷ്ടം ചില്ലറയൊന്നുമല്ല. ഈ ഒതുക്കീശനെ മുന്നിൽ നിർത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാൻ പോയാൽ വമ്പിച്ച തിരിച്ചടി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഇന്ത്യ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ യാതൊരു ആവേശമില്ലാത്ത അണികളും ഇന്ന് ഇവന്റെ ജവാൻ മേടിച്ചടിച്ചിട്ട് നിൽക്കുന്ന ആളുകളുടെ ആവേശമല്ലാതെ ഈ പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളുടെ ഉള്ളു നീറുകയാണ്. കാരണം ഇതുപോലൊരു ആഭാസൻ ഈ പാർട്ടിയെ, നേതാക്കന്മാരെ എല്ലാം തെൻകണിയിൽപ്പെടുത്തി തൻ്റെ കൈക്കുള്ളിലാക്കി വളരെ ഏകാധിപത്യ രീതിയിൽ ഒതുക്കി പിടിച്ചടക്കി പിണറായിക്ക് മൂന്നാമതും തുടർഭരണം ഒരുക്കുവാൻ അച്ചാരം വാങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ യാത്ര പുതുയുഗ യാത്രയുടെ അവസാനമല്ല, കേക്കച്ചൻ്റെ വനവാസ യാത്രയ്ക്കുള്ള തുടക്കം മാത്രമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.